IPL-ൽ വീണ്ടും സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ വെടിക്കെട്ട് ബാറ്റിംഗ്. രാജസ്ഥാൻ റോയൽസിനെതിരെ 3 വിക്കറ്റ് നഷ്ടത്തിൽ 233 റൺസ് 17 ഓവറിൽ. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസുദേവാണ് ചേരുന്നത്. അനിൽ, ഗുഡ് ഈവനിങ്. നല്ല കിടുക്കൻ ബാറ്റിംഗ് ആണ് സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ. 233 റൺസാണ് ഇപ്പോൾ. 13.71. അതുപോലെ തന്നെ ഇഷാൻ കിഷൻ വെടിക്കെട്ട് ബാറ്റിംഗുമായിട്ട് തുടരുന്നു. ഈ ബൗളിംഗ് തിരഞ്ഞെടുക്കാനുള്ള രാജസ്ഥാൻ റോയൽസിന്റെ ആ ഒരു തീരുമാനത്തിൽ എന്തെങ്കിലും പാളിച്ചുകൊണ്ടോ അതോ അവർ അടിച്ചു കയറുമോ? ഗുഡ് ഈവനിങ്. എന്തായാലും നമ്മൾ പ്രതീക്ഷിച്ചു തന്നെയാണ് സൺറൈസേഴ്സ് ഹൈദരാബാദ് ഇതൊക്കെ തന്നെയാണ് കളത്തിൽ കാട്ടുക എന്നുള്ളത് ഉറപ്പായിരുന്നു. കഴിഞ്ഞ സീസണിൽ എന്താണോ ഉണ്ടായിരുന്നത്, എവിടെ നിർത്തിയോ അവിടെ നിന്ന് തന്നെ സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റെ ബാറ്റർമാർ തുടങ്ങുന്നു. ഇത്തവണ അതിനേക്കാൾ കുറച്ച് കൂടുതലാണോ എന്നുള്ളതാണ് സംശയം. കഴിഞ്ഞ സീസണിൽ 3 തവണയാണ് സൺറൈസേഴ്സ് ഹൈദരാബാദ് 250 പിന്നിട്ടത്. ഇത്തവണ വലിയ ചോദ്യം സൺറൈസേഴ്സ് ഹൈദരാബാദ് 300 റൺസ് നേടുമോ എന്ന കാര്യത്തിലാണ്. ഇന്ന് അതിലേക്ക് എത്തുമോ എന്ന കാര്യത്തിൽ ചെറിയ സംശയമുണ്ട്. പക്ഷേ എന്നിരുന്നാലും 250 എന്ന സ്കോർ അനായാസം അവർ കടക്കുമെന്ന് ഉറപ്പാണ്. 17 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 233 റൺസ് എന്നതാണ് ഇപ്പോൾ ഹൈദരാബാദിൻ്റെ സ്കോർ. അതിൽ ട്രാവിസ് ഹെഡ് അതുപോലെ ഇന്ത്യക്ക് തലവേദനയാകുന്ന പോലെ ഇന്ത്യൻ പിച്ചുകളിൽ വന്നാലും ട്രാവിസ് ഹെഡ് അതിഗംഭീരമായി കളിക്കുന്നു. 31 പന്തിൽ 67 റൺസാണ് ട്രാവിസ് ഹെഡ് നേടിയത്. ഒപ്പം തന്നെ അഭിഷേക് ശർമ്മ 11 പന്തിൽ 24 റൺസ് എടുക്കുകയും ചെയ്തു. ഇന്ന് വളരെ അപ്രതീക്ഷിതമായി, അല്ലെങ്കിൽ പുതുതായി ഈ ടീമിൽ എത്തിയ ഇഷാൻ കിഷൻ്റെ ബാറ്റിംഗിൽ നിന്നാണ് കൂടുതൽ റൺസ് വരുന്നത്. ഇതുവരെ 39 പന്തിൽ 81 റൺസാണ് ഇഷാൻ കിഷൻ നേടിയത്. ഇഷാൻ കിഷൻ്റെ കയ്യിൽ നിന്ന്, മുൻ മുംബൈ താരമായ ഇഷാൻ കിഷൻ്റെ ബാറ്റിൽ നിന്ന് ഇന്നൊരു സെഞ്ചുറി പിറക്കുമോ എന്ന ആകാംക്ഷയിലാണ് ഇപ്പോൾ സൺറൈസേഴ്സ് ആരാധകരുള്ളത്. വ്യക്തിപരമായി എനിക്കൊരു നിരാശ, 300ലേക്ക് ആദ്യഘട്ടത്തിൽ 15 തന്നെയായിരുന്നു റൺ റേറ്റ് ഉണ്ടായിരുന്നത്. അത് കുറഞ്ഞു വന്നു. 300ലേക്ക് എത്തും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അത്ര എത്തില്ല. ഇനിയും 3 ഓവർ മാത്രമാണ് ബാക്കിയുള്ളത്. 70 റണ്ണോളം അടിക്കാൻ സൺറൈസേഴ്സിന് സാധിക്കുമോ? ഇപ്പോഴും അവസരമുണ്ട്. ഹെൻറിച്ച് ക്ലാസിനുണ്ട്, ഒപ്പം തന്നെ ഇഷാൻ കിഷനുണ്ട്. അടിച്ച് തകർത്ത 300-ലെ അടുത്തെങ്കിലും എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. IPL-ൽ ഇതുവരെയുള്ള ഉയർന്ന സ്കോർ 287 അതെങ്കിലും മറികടക്കാൻ സൺറൈസേഴ്സിൻ്റെ സ്വന്തം പേരിൽ ആ റെക്കോർഡ് മറികടക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ്. ക്രിസ്റ്റ്യൻ ചോദിച്ച പോലെ തന്നെ റിയാൻ പരാഗിൻ്റെ തീരുമാനം തെറ്റിയോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കാരണം സെക്കൻഡ് ഇന്നിങ്സിലേക്ക് വരുമ്പോൾ അവർക്കും ഉള്ളത് നല്ല ബാറ്റിംഗ് നിരയാണ്. അപ്പോൾ ബൗളേഴ്സിനേക്കാൾ പ്രതീക്ഷ വെക്കുന്നത് ബാറ്റർമാരിൽ പ്രതീക്ഷ വെച്ച് തന്നെയാണ് ചേസ് തിരഞ്ഞെടുക്കുന്നത്. സഞ്ജു സാംസൺ ഇന്നില്ല, അതായത് ക്യാപ്റ്റൻ ആയില്ല. അദ്ദേഹത്തിന് കൈവിരലിനെ പരിക്കേറ്റതോടുകൂടി പൂർണ്ണ ഫിറ്റ്നസ് ഇല്ല. അതുകൊണ്ട് ബാറ്ററായിട്ടായിരിക്കും സഞ്ജു എത്തുക. സഞ്ജുവിൽ നിന്നടക്കം വലിയ പ്രകടനം ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു.